എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഐശ്വര്യ എസ് മോഹൻ. ആസ്റ്റർ മെഡിസിറ്റിയിലെ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്ത് ടോക്ക് സെഷനിൽ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തെ പറ്റിയിട്ടാണ് നിങ്ങളെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഒരു രോഗമാണോ എന്നുള്ളൊരു സംശയം നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്. ദേഷ്യം, സങ്കടം, സന്തോഷം എന്നിങ്ങനെയുള്ള ഇമോഷൻസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതും അതേപോലെ പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സങ്കടം ഉണ്ടാവുന്നതും, പ്രതീക്ഷിക്കാതെ വിഷമതകൾ അനുഭവപ്പെടുമ്പോൾ ദേഷ്യവും നിരാശയും ഒക്കെ അനുഭവപ്പെടുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡിപ്രഷൻ എങ്ങനെയാണ് വ്യത്യാസമുള്ളത് എന്നുള്ളത് വാലിഡായിട്ടുള്ള ഒരു സംശയമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഇമോഷൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്കറിയണം. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിലുള്ള ഒരു സിറ്റുവേഷനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നും അതിനോട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു എന്നും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്ത് അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പം ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണവും അതേപോലെ തന്നെ ഈ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനും കൂടിയാണ്. ഇത് സങ്കീർണമാണെന്ന് പറയാൻ കാരണം നമ്മുടെ ഓരോരോ മനുഷ്യരിലും 8600 കോടിയോളം നെർവ് സെൽസാണ് ബ്രെയിനിൽ നമുക്കുള്ളത്. അപ്പോൾ ഈ ഓരോരോ നെർവ് സെൽസും ഒന്നോ അതിൽ കൂടുതലോ നെർവ് സെൽസുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നെറ്റ്വർക്കിലൂടെ ഇമ്പൾസ്, അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ടാണ് ബ്രെയിൻ ഓരോരോ ഫങ്ഷൻസും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ ബ്രെയിനെ സഹായിക്കുന്നതായിട്ടുള്ള കുറേ രാസവസ്തുക്കളുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിപ്രഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ മുതലായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളാണ് നമ്മൾ പറയുക. അപ്പോൾ ബ്രെയിനിൻ്റെ പല ഫങ്ഷനുണ്ട്. അതിലൊരു ഫങ്ഷനാണ് ഇമോഷനും ബിഹേവിയറും ഒക്കെ. ഇപ്പോൾ ബ്രെയിനിൻ്റെ ലിംബിക് സിസ്റ്റം എന്ന ഏരിയയാണ് ഈ ബിഹേവിയറും ഇമോഷൻസും ഒരു പരിധിവരെ മെമ്മറീസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ ഏരിയ. അപ്പോൾ ഈ ലിംബിക് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, ഈ ലിംബിക് സിസ്റ്റത്തിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ബ്രെയിനിൻ്റെ ഹെഡ് ഇഞ്ചുറീസ്, സ്ട്രോക്ക് മുതലായ ബ്രെയിൻ ഡിസീസസ്, അതേപോലെ ഈ നെർവ് സെൽസിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നെർവ് സെൽസിൻ്റെ നെറ്റ്വർക്കിലുണ്ടാവുന്ന ഇഷ്യൂസ്, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാം തന്നെ നമ്മൾ ഇമോഷൻസിനെയും അതേപോലെ തന്നെ ബിഹേവിയറിനെയും എഫക്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ഡിപ്രഷൻ മുതലായ സൈക്യാട്രിക് അസുഖങ്ങളിലേക്ക് കാരണമായിത്തീരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവെ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത. ഇനി നോർമലായിട്ടുള്ള ഒരു സാഡ് ഫീലിംഗ് അല്ലെങ്കിൽ സങ്കടമായിട്ടുള്ള അവസ്ഥയും ക്ലിനിക്കൽ ഡിപ്രഷനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്കറിയണം. അപ്പോൾ അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് അവൻ്റെ എക്സാമിൽ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിച്ച ഒരു പ്രമോഷൻ കിട്ടാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ സങ്കടവും നിരാശയും അനുഭവപ്പെടും. ഇതൊരു സാധാരണ സാഡ് ഫീലിംഗ് ആണെങ്കിൽ അതിൻ്റെ കാഠിന്യം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറഞ്ഞു വരികയും മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുകയും അതിൽ നിന്ന് ആഹ്ലാദവും സന്തോഷവും കണ്ടെത്താനൊക്കെ ഇവർക്ക് പറ്റുകയും ചെയ്യുന്നു. അതായത് ആ കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോവുകയോ അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ പുറത്തു പോവുകയോ ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റുകയും അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പിന് പോവുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ അതിൽ നിന്നൊക്കെ സന്തോഷിക്കാൻ പറ്റുകയും ചെയ്യുന്നു. പക്ഷേ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമ്പം ഇതൊന്നും സാധ്യമാവുന്നില്ല. ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ 2 ആഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നിലനിൽക്കുന്നതായ നിരന്തരമായിട്ടുള്ള കാഠിന്യമേറിയ സങ്കടത്തിനെയും നിരാശയെയാണ് അത് കാണിക്കുന്നത്. അപ്പം ഇവരിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്താനോ അതിൽ നിന്ന് പണ്ടത്തതുപോലെയുള്ള സന്തോഷം കണ്ടെത്താനോ ആഹ്ലാദം കണ്ടെത്താനോ ഒന്നും ഇവർക്ക് പറ്റുന്നില്ല. ഇപ്പം പണ്ട് പല ഹോബീസിലേക്കും ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ ഒക്കെ സന്തോഷം ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ അതൊന്നും അതിലൊന്നും സന്തോഷം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കോ അവർ മാറുന്നു. ഇതുകൂടാതെ എപ്പോഴും ലോ എനർജി ആയിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ, ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ കാർഡിനൽ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് നിരന്തരവും കാഠിന്യവുമായിട്ടുള്ള നിരാശയും സങ്കടകരവുമായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ കൂടെ ഒന്നിലും താല്പര്യവും
ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും പ്ലഷർ കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ എപ്പോഴും ഉണ്ടാവുന്ന ക്ഷീണം. ഇതുകൂടാതെ ഡിപ്രഷൻ്റെ കാഠിന്യത്തിനനുസരിച്ച് മറ്റ് പല സിംറ്റംസും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഉറക്കം. അപ്പം ഉറക്കം, ചിലരിൽ ഉറക്കം കൂടുതൽ കാണാറുണ്ട്, ചിലരിൽ ഉറക്കം കുറവായിരിക്കും കാണുക. ചിലരിൽ വിശപ്പ് കൂടാം, വിശപ്പ് കുറയാം. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പം വെയിറ്റ് ലോസ്, ചില ആൾക്കാരിൽ വെയിറ്റ് ഗെയിനും നമുക്ക് കാണാറുണ്ട്. ഇതെല്ലാത്തിനുമുപരി നമുക്ക് ബോഡി പെയിൻ ഉണ്ടാവാം, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മെമ്മറി ഇഷ്യൂസ്, സെക്സ് ഡ്രൈവ് കുറയുക, അതേപോലെ തന്നെ നമുക്ക് നമ്മളിലുള്ള മതിപ്പ് കുറയാനും നമ്മൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ള ചിന്തകൾ, അതായത് വർത്ത്ലെസ് ആയിട്ടുള്ള തോട്ട്സ്, അതേപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമുക്കാരും കൂടെയില്ല, അതായത് ഹെൽപ്ലെസ് ആയിട്ടുള്ള തോട്ട്സും. ആൻഡ് ഇവഞ്ച്വലി നമുക്കിതൊന്നും ശരിയാവാൻ പോകുന്നില്ല, ഫ്യൂച്ചറിൽ ഒന്നും നല്ലത് ഉണ്ടാവാൻ പോകണില്ല, നെഗറ്റീവായിട്ടുള്ള റൂമിനേഷൻസ് വരിക, ഹോപ്പ്ലെസ് ആയിട്ടുള്ള തോട്ട്സ് വരികയും ഇവഞ്ച്വലി സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പേഷ്യൻ്റ് നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ സാരമായിട്ടാണ് ഒരു വ്യക്തിയുടെ അവരുടെ കുടുംബജീവിതത്തിനെയും ഔദ്യോഗിക ജീവിതത്തിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഡിപ്രഷൻ നമ്മളെ ലൈഫിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് WHO നടത്തിയ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് നോക്കിയാൽ മതി. അപ്പോൾ WHO ഗ്ലോബൽ ഡിസീസ് ബേർഡൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പം ഗ്ലോബൽ ഡിസീസ് ബേർഡൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗം ഒരു മനുഷ്യനിൽ എത്രത്തോളം ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരതിൽ അസസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബേർഡൻ ഉണ്ടാക്കുന്ന ഡിസീസിൽ 2ാം സ്ഥാനമായിട്ടാണ് ഡിപ്രഷൻ ഉണ്ടായിരുന്നത്. അത് 2020 കണക്കാണ്. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിസീസ് ബേർഡൻ ഉണ്ടാക്കുന്ന ഡിസീസായിട്ട് ഡിപ്രഷൻ മാറുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണെങ്കിൽ കൂടി കൃത്യമായ സമയത്ത് ചികിത്സ നേടുന്നതിലൂടെ ഡിപ്രഷൻ നമുക്ക് പൂർണ്ണമായും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൃത്യസമയത്ത് ചികിത്സ നേടാൻ മടിക്കുന്നത് ഇതൊരു രോഗമല്ല എന്ന് ചിന്തിക്കുന്നതിലൂടെയും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിൽ ജഡ്ജ് ചെയ്യുമെന്ന് പേടിക്കുന്നതും കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇതൊരു രോഗമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു സ്റ്റിഗ്മ മാറ്റാനും അതേപോലെ വിലപ്പെട്ട മനുഷ്യ ജീവിതവും അതിൻ്റെ ക്വാളിറ്റിയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയും ചെയ്യും.